ഏസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട PSC പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന സംഭവമാണ് ഏത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത്. ഏത് വർഷമാണ്? 1789 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രാൻസിൽ ഒരു രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രാൻസിൽ എന്താണ്? രാജഭരണമാണ്. അവിടെ ഉണ്ടായിരുന്ന രാജവംശമാണ് ബൂർബൻ രാജവംശം ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാരാണ് അവിടെ എന്താണ് ഫ്രാൻസിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എവിടത്തെയാണ് എന്താണ് ഫ്രാൻസിൽ ഭരണം നടത്തിയത്? ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാരാണ്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ബൂർബൻ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന ലൂയി 16 ആരാണ്? ലൂയി 16 ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു ലൂയി 16. ആരാണ്? ലൂയി 16. ഓക്കെ, അദ്ദേഹം അതായത് ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ്സ് ജനറൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ദേശീയ അസംബ്ലി അദ്ദേഹത്തിന് 1759 വിളിച്ചു ചേർക്കേണ്ടി വന്നു. എന്താ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ അധികം മോശമായതിനെ തുടർന്ന് ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന ലൂയി 16 എന്ത് ചെയ്യേണ്ടി വന്നു? ഇതാണ് ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ദേശീയ അസംബ്ലി വിളിച്ചു ചേർക്കേണ്ടി വന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് 1614 ഏത് വർഷമാണ്? 1614 ഇദ്ദേഹം ഇതിനു മുൻപ് എന്താണ് ഇദ്ദേഹമല്ല ഇതിനു മുൻപ് എന്ത് ചെയ്തത്? ഇത് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിന് അപ്പം 1614 ശേഷം പിന്നീട് എന്നാണ് 1789 അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ജനറൽ അസംബ്ലി അതാണ് അല്ലെങ്കിൽ ദേശീയ അസംബ്ലി വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. 1789 മുൻപ് 1614 ജനറൽ ദേശീയ അസംബ്ലി വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്, എസ്റ്റേറ്റ് ജനറൽ. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി വളരെയധികം പ്രതിസന്ധിയിലായി നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ ഇത്തരമൊരു സാമ്പത്തിക തകർച്ച ഫ്രാൻസ് നേരിടാൻ ഇടയാക്കിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്തെല്ലാമായിരുന്നു ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാവാൻ കാരണങ്ങൾ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു ബൂർബൻ രാജാക്കന്മാരെല്ലാവരും വളരെ ധൂർത്തരായിരുന്നു അപ്പോൾ അവിടുത്തെ നമുക്കറിയാം ശരിക്കും പറയുകയാണെങ്കിൽ എസ്റ്റേറ്റുകൾ 3 എസ്റ്റേറ്റുകളുണ്ട് അവിടെ അപ്പോൾ അവിടെ ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണല്ലോ നമുക്കറിയാം പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിലാണല്ലോ പ്രഭുക്കന്മാർ. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കോമൺസ് അല്ലെങ്കിൽ നമുക്ക് മധ്യവർഗം എന്ന് പറയാം അപ്പോൾ ഈ 1ഉം 2ഉം എസ്റ്റേറ്റിലെ അതായത് പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, അതുപോലെ തന്നെ നമ്മളെ ഈ ബൂർബൻ രാജാക്കന്മാരൊക്കെ വളരെ ധാർഭാടമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആഡംബര ജീവിതം ഇവരുടെ ആഡംബര ജീവിതം, അവരുടെ തന്നെ ധൂർത്ത് നല്ല രീതിയിൽ ധൂർത്തടിച്ചാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആഡംബര ജീവിതം, ധൂർത്ത് പിന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ബ്രിട്ടനുമായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ. ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങൾ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചു അതുപോലെ തന്നെ ഈ ഒരു സമീപകാലത്ത് തന്നെ നടന്നതാണല്ലോ നമുക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ വിപ്ലവം അപ്പോൾ ഈ അമേരിക്കൻ വിപ്ലവം ബ്രിട്ടനെതിരെ 13 അമേരിക്കൻ കോളനികൾ യുദ്ധം ചെയ്യാണല്ലോ ചെയ്തത് വിപ്ലവം നയിച്ചത്. 13 കോളനികളല്ലേ? ഈ 13 കോളനികൾക്കും ഫ്രാൻസ് എന്ത് ചെയ്തു? അവർ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും യുദ്ധ സാമഗ്രികളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു? പലതരത്തിലുള്ള സഹായങ്ങൾ നൽകി. അപ്പോൾ ഇതും എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഒരു സമീപകാലത്തിൽ ഈ ഒരു വിപ്ലവം നടക്കുന്ന സമീപകാലത്ത് ഫ്രാൻസിൽ വളരെയധികം ഒരു വരൾച്ച വന്നിട്ടുണ്ടായിരുന്നു. ഈ വരൾച്ച മൂലം കൃഷികളൊക്കെ വളരെയധികം എന്ത് ചെയ്തു, നശിച്ചു. അപ്പോൾ ആ കൃഷികൾ നശിച്ചതോ എന്തിലേക്ക് നയിച്ചു? സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചു. ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഇദ്ദേഹം ലൂയി 16 അല്ലെ എന്ത് ചെയ്യുന്നത്, അല്ലെ എസ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, അതായത് ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ അല്ലെ എന്താണ് എസ്റ്റേറ്റ് ജനറൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ദേശീയ അസംബ്ലി നമ്മൾ പറഞ്ഞു. ഈ എസ്റ്റേറ്റ് ജനറലിനെയും നമ്മൾ എന്താണ് 3 എസ്റ്റേറ്റുകളായിട്ട് അല്ലെങ്കിൽ 3 തട്ടുകളായിട്ട് തിരിക്കുന്നുണ്ട്. ആ 3 തട്ടുകളെയാണ് നമ്മൾ എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇവിടെ നമ്മൾ ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ എസ്റ്റേറ്റുകളെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഫ്രഞ്ച് വിപ്ലവത്തെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് പാർലമെന്റ് നമ്മൾ എസ്റ്റേറ്റ് ജനറൽ ഉണ്ടല്ലോ, അതിനെയും എന്താണ് 3 തട്ടുകളായിട്ട് തിരിക്കുന്നുണ്ട്. അതിനെ ഓരോ തട്ടിനെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് എസ്റ്റേറ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ ദേശീയ അസംബ്ലിയിൽ 3 എസ്റ്റേറ്റുകൾ ഉണ്ട് അല്ലേ, 3 എസ്റ്റേറ്റുകൾ. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തെ തിരിച്ചതുപോലെ തന്നെ പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരാണ് അല്ലേ. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ മധ്യവർഗം അല്ലെങ്കിൽ നമുക്ക് കോമൺസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റ് ജനറലിൽ ഈ എസ്റ്റേറ്റ് ജനറലിൽ ഈ ഓരോ വിഭാഗത്തെയും പ്രതിനിധീകരിച്ചു കൊണ്ട് അംഗങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിനും പ്രതിനിധീകരിച്ചിട്ട് എത്ര അംഗങ്ങളാണുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 285 അംഗങ്ങളാണുള്ളത്. എത്ര പേരാണ്? 285 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഒന്നാമത്തെ എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചിട്ട് പുരോഹിതന്മാരെ പ്രതിനിധീകരിച്ചിട്ട് 285 അംഗങ്ങൾ അല്ലേ. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ് അല്ലേ. പ്രഭുക്കന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലേ 308 അംഗങ്ങൾ. എത്രയാണ്? 308 അംഗങ്ങളാണുള്ളത്. പ്രഭുക്കന്മാരെ പ്രതിനിധീകരിച്ചിട്ട് 308 അംഗങ്ങളുണ്ട്. ഓക്കെ. ഇനി മധ്യവർഗം അല്ലേ അല്ലെങ്കിൽ കോമൺസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 621 അംഗങ്ങളാണുള്ളത്. 621 അംഗങ്ങളാണുള്ളത് അല്ലേ. അപ്പം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് അല്ലെ 285, രണ്ടാമത്തെ എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചിട്ട് 308, മൂന്നാമത്തെ എസ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചിട്ട് 621 അംഗങ്ങളുമായിരുന്നു എസ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ ദേശീയ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, അതായത് ഈ ഒരു ദേശീയ അസംബ്ലി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ ഉണ്ട് അല്ലേ. ഈ ഒരു എസ്റ്റേറ്റ് ജനറലിൻ്റെ വോട്ടിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതായിരുന്നു അല്ലേ. എന്താണ്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതായിരുന്നു ഉണ്ടായിരുന്നത് എസ്റ്റേറ്റ് ജനറലിൻ്റെ വോട്ടിംഗ് രീതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു നമുക്കറിയാം ലൂയി 16 നമുക്കറിയാം ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തല്ലോ. അപ്പം നമ്മളെ മധ്യവർഗത്തിലുള്ള അല്ലേ അതായത് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ അല്ലേ അംഗങ്ങൾ എന്ത് വാദിച്ചു? അതായത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നതിന് പകരം അല്ലേ ഓരോ അംഗത്തിനും ഓരോ വോട്ട് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും 1ഉം 2ഉം എസ്റ്റേറ്റിലെ ആൾക്കാർ അല്ലേ അതായത് എസ്റ്റേറ്റിലെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഇവരുടെ ഈ ഒരു ആവശ്യത്തെ ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്തു? എതിർത്തു. അപ്പോൾ ഈ ഒരു എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അതായത് തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾ അല്ലേ തേർഡ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ അല്ലേ തേർഡ് എസ്റ്റേറ്റിലെ ഈ 621 അംഗങ്ങളില്ലേ ഈ 621 അംഗങ്ങൾ ഞങ്ങളാണ് ദേശീയ അസംബ്ലി എന്ന് ആഹ്വാനം ചെയ്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്? നമുക്കറിയാം ഈ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഹാളിലേക്ക് എല്ലാവരും ഒന്നിച്ചു വരികയാണ്. ആ ഹാളിൽ എത്തുന്ന സമയത്ത് ഹാള് പൂട്ടിക്കിടക്കുകയാണ്. അപ്പം തൊട്ടടുത്തൊരു ടെന്നീസ് കോർട്ട് ഉണ്ട് അല്ലേ. ആ ടെന്നീസ് കോർട്ടിൽ പോയിട്ട് സമ്മേളിക്കുകയാണ്. എന്നിട്ട് അവർ ആഹ്വാനം ചെയ്യാണ് ഫ്രാൻസിന് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഈ ഒരു ടെന്നീസ് കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് അവരെന്ത് ചെയ്തു? പ്രതിജ്ഞ എടുത്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്നാണ് 1789 അല്ലേ 1789 ജൂൺ 20 ഈ ഒരു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് അല്ലേ. എന്നാണ് 1789 അല്ലേ 89 ജൂൺ 20 അതായത് ഫ്രാൻസിന് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഈ കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് അവരെന്ത് ചെയ്യാണ്? ആഹ്വാനം ചെയ്യാണ്. ഈ ഒരു പ്രതിജ്ഞയാണ് എന്തെന്ന് പറഞ്ഞാൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്.
അപ്പോൾ പരീക്ഷ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം വരാറുണ്ട് അല്ലേ? അപ്പോൾ ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ആ ഒരു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലേ? ഈ ഒരു വീഡിയോ ശ്രവിച്ച ഏവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.